ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചക്കരയും പാലും തേനുമൊക്കെയായി എത്രമാത്രം ഇസ്ലാമിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാലും പെയിന്റ് അടിക്കാൻ ശ്രമിച്ചാലും ഇസ്ലാമിക പ്രമാണങ്ങൾ മനസ്സിലാക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാൻ സാധിക്കും എന്താണ് ഇസ്ലാമെന്ന്, എന്താണ് ഇസ്ലാമിലെ സമാധാനമെന്ന്, എന്താണ് അള്ളാഹുവിന്റെ കാരുണ്യമെന്ന്, എന്താണ് പ്രവാചകനിലെ മാനവ മനോഹരമായ പ്രവൃത്തികളെന്ന്. പ്രവാചകന്റെ സൽഗുണ സമ്പന്നതയും സഹജീവികളോടുള്ള കാരുണ്യവും മാനവ കുലത്തോടുള്ള പ്രവാചകന്റെ സമീപനം എന്തായിരുന്നെന്നും അറിയാൻ സാധിക്കണമെങ്കിൽ പ്രമാണങ്ങൾ തുറക്കണം. ഇന്ന് മതവിമർശനം നടത്തുന്ന അധിക ആളുകളും മതത്തിന്റെ ഏറ്റവും കൂടുതൽ സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളൊന്നും എടുത്തു പറയാറില്ല. അവരൊക്കെ ഒരു മൃദു സമീപനം സ്വീകരിക്കുന്നതായിട്ടാണ് കാണുന്നത്. വളരെ അർത്ഥവത്തായ വിമർശനമാണത്. ഇപ്പോ ക്രിസ്ത്യാനികൾ ഇസ്ലാം മതത്തെ വിമർശിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? മര്യാദയ്ക്ക് ജീവിച്ചിരുന്ന ക്രിസ്ത്യാനികളുടെ മതപ്രമാണങ്ങൾ തെറ്റാണ്, പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രചരിപ്പിച്ചത് വിശ്വാസികൾ തന്നെയാണ്. സംവാദത്തിന് വെല്ലുവിളിച്ചു, ഇന്ന് അവരെ സംവാദത്തിന് വെല്ലുവിളിക്കുന്നു. ആ സംവാദം ഏറ്റെടുക്കാൻ പോലും ആർക്കും സാധിക്കാതെ പിൻവാങ്ങി പോകുന്നു. ഇപ്പോ ഇസ്ലാം ഇന്ന കുഴപ്പങ്ങളുണ്ടെങ്കിലും എല്ലാ മുസ്ലിങ്ങളും കുഴപ്പക്കാരല്ല എന്ന് പറയുന്നു. ഇസ്ലാമിന്റെ ഇന്ന പ്രമാണങ്ങൾക്ക് കുഴപ്പമുണ്ടെങ്കിലും എല്ലാ പ്രമാണങ്ങളും കുഴപ്പമല്ല എന്ന് ഇങ്ങനെ ആരെയൊക്കെയോ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്ന രൂപത്തിലുള്ള വിമർശനങ്ങളാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇസ്ലാം ജനാധിപത്യത്തെ എത്രമാത്രം കാർന്നു തിന്നുന്ന വിപത്താണെന്നും മനുഷ്യ കുലത്തിന് മുഴുവനും എത്രമാത്രം ഭീഷണിയാണ് ഈ ഇസ്ലാം നിലനിൽക്കുന്ന രാജ്യങ്ങൾ, നിലനിൽക്കുന്ന ഇടങ്ങൾ എന്നൊക്കെ ഒരിക്കലും ഇവർ പുറത്തു പറയാൻ തയ്യാറാകുന്നില്ല. ഒരു നല്ല രൂപത്തിലുള്ള ഒരു വിമർശനവുമായി അനിൽകുമാർ അയ്യപ്പനുണ്ട്. നമുക്കൊന്ന് കേൾക്കാം. പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ. ഈ വീഡിയോയുടെ ടൈറ്റിൽ പലരിലും ആശ്ചര്യമുളവാക്കും എന്നെനിക്കറിയാം. കാരണം ഇത് ഞാൻ മുമ്പ് ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ പറയാൻ പോകുന്നത് പോലെ വിശദമായിട്ടല്ലെങ്കിലും ചെറുതായി പറഞ്ഞിട്ടുണ്ട്. അന്ന് ലഭിച്ച പ്രതികരണങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ക്യാപ്ഷൻ നിങ്ങളിൽ പലർക്കും ആശ്ചര്യമുളവാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇസ്ലാമിനെ എയറിൽ കയറ്റാൻ നടക്കുന്നവരല്ലേ എക്സ് മുസ്ലിങ്ങൾ. അപ്പോൾ പിന്നെ അവർ ഇസ്ലാമിനെ എയറിൽ നിന്ന് താഴെ ഇറക്കാൻ വ്യർത്ഥമായിട്ട് പരിശ്രമിക്കും എന്നൊക്കെ പറയുന്നത് ലോജിക്കൽ ഫാലസി അല്ലേ എന്ന ചിന്തയായിരിക്കും നിങ്ങളിൽ പലർക്കും ഉണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അല്പം ഒന്ന് വിശദീകരിച്ചു തരാം. മുൻപേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിനൊരു പ്രശ്നം വരുമ്പോൾ അന്നേരം നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞ് നടക്കുന്നവർ, പ്രത്യേകിച്ച് എക്സ് മുസ്ലിങ്ങളായിട്ടുള്ളവർ വന്ന് എല്ലാ മതങ്ങളെയും കുറ്റം പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുന്ന കാര്യത്തെക്കുറിച്ച്, മതങ്ങളെല്ലാം കൊള്ളരുതാത്തതാണ്, മതഗ്രന്ഥങ്ങളെല്ലാം അഗ്നിക്കിരയാക്കണം, എന്നാൽ അടുത്ത തലമുറയെങ്കിലും രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരുടെ പോസ്റ്റുകൾ വരിക. അത്തരം പോസ്റ്റുകളിൽ ഇസ്ലാം എന്നോ അള്ളാഹു എന്നോ ഖുർആൻ എന്നോ ഒരിക്കലും കാണുകയില്ല. പകരം മതമെന്നും ദൈവമെന്നും മതഗ്രന്ഥമെന്നും മാത്രമേ കാണുകയുള്ളൂ. പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഇസ്ലാം മതത്തിനും അള്ളാഹുവിനും ഖുർആനിനും നേർക്ക് മാത്രം ചൂണ്ടപ്പെടേണ്ട വിരലുകൾ പിന്നെ ലോകത്തുള്ള സകല മതങ്ങൾക്കും ആ മതങ്ങളിലെ ദൈവങ്ങൾക്കും ആ മതങ്ങളിലെ ഗ്രന്ഥങ്ങൾക്കും നേരെ തിരിയും. ഇസ്ലാം വളരെ നൈസായി രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. ഇത് വർഷങ്ങളായി കാണുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും അത് കാണുന്നുണ്ട്. ഇന്ന് ലോകത്തുള്ള എല്ലാ മതങ്ങൾക്കും, ക്രിസ്തുമതമടക്കം എല്ലാ മതങ്ങൾക്കും ഊന്നി പറയുകയാണ്, ലജ്ജാകരമായ ഒരു ഭൂതകാലമുണ്ട് എന്നത് നിരസിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. ഇതിൽ ക്രിസ്തുമതത്തിൻ്റെ കേസ് മാത്രം വ്യത്യസ്തമാണ്. ക്രിസ്തുമതത്തിലുള്ളവർ യേശുക്രിസ്തുവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും ഉപദേശങ്ങൾക്ക് അഥവാ അവരുടെ പ്രമാണമായ പുതിയ നിയമ പഠിപ്പിക്കലുകൾക്ക് എതിരായി പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ് ലജ്ജാകരമായ ഭൂതകാലത്തിൻ്റെ അവസ്ഥ അവർക്കുണ്ടായത്. മറ്റ് മതങ്ങൾക്കെല്ലാം സ്ഥിതി വ്യത്യസ്തമാണ്. ആ മതങ്ങളെല്ലാം അവയുടെ പ്രമാണങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണ് ഈ പരിഷ്കൃത യുഗത്തിൽ ആ മതങ്ങളിൽപ്പെട്ടവർ തങ്ങളുടെ മതത്തിൻ്റെ ഭൂതകാലമോർത്ത് ലജ്ജിക്കേണ്ടി വരുന്നത്. ഇതൊരു വലിയ വ്യത്യാസമാണ്. ഒരു ക്രിസ്ത്യാനി അവൻ്റെ പ്രമാണങ്ങളിലേക്ക് തിരിഞ്ഞ് യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും കൽപ്പിച്ചിട്ടുള്ളതുപോലെയും കാണിച്ചു തന്നിട്ടുള്ളതുപോലെയും ജീവിക്കുകയാണെങ്കിൽ AD 1-ാം നൂറ്റാണ്ടിലായാലും AD 21-ാം നൂറ്റാണ്ടിലായാലും അവന് ലജ്ജിക്കേണ്ടി വരില്ല. അവന് ഉപദ്രവങ്ങൾ ഉണ്ടായേക്കാം, പരിഹാസങ്ങളും അപമാനങ്ങളും നിന്ദയും ഒക്കെ ഉണ്ടായേക്കാം, ചിലപ്പോൾ കൊല്ലപ്പെട്ടുവെന്നും വരാം. പക്ഷെ അവനൊരിക്കലും ലജ്ജിക്കേണ്ടി വരില്ല. എന്നാൽ മറ്റു മതക്കാരെ സംബന്ധിച്ച് നേരെ തിരിച്ചാണ് സംഗതി. അവരുടെ മതത്തിൻ്റെ പ്രമാണങ്ങളിലുള്ള കാര്യങ്ങൾ അവരുടെ പൂർവികന്മാർ പ്രാവർത്തികമാക്കിയിരുന്നത് പോലെ ഈ 21-ാം നൂറ്റാണ്ടിലും അങ്ങനെ തന്നെ പ്രാവർത്തികമാക്കാൻ ഇവർ ശ്രമിക്കുകയാണെങ്കിൽ അവർ ലജ്ജിതരാകുമെന്ന് മാത്രമല്ല, ചിലപ്പോൾ ജയിലിലും കിടക്കേണ്ടി വന്നേക്കാം. അതായത് ക്രിസ്തുമതത്തിൻ്റെ പ്രമാണത്തിനല്ലായിരുന്നു പ്രശ്നം,
മറിച്ച് ആ മതത്തിൻ്റെ നേതൃസ്ഥാനത്തിരുന്നവരും അവരുടെ കീഴിലുണ്ടായിരുന്നവരും ആ പ്രമാണത്തിനനുസരിച്ച് നടക്കാഞ്ഞതായിരുന്നു പ്രശ്നം. അതാണ് വ്യത്യാസം. അതൊരു വലിയ വ്യത്യാസമാണ്, വളരെ വലിയൊരു വ്യത്യാസമാണ്. ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം ഒഴികെയുള്ള മതങ്ങളെല്ലാം തിരുത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട്. ഏതൊരു മതമായാലും ഗുണപരമായ തിരുത്തലുകൾക്ക് വിധേയമാകുന്നത് നല്ലൊരു കാര്യമാണ്. എന്നാൽ ഇന്നും അങ്ങനെ ഒരു മാറ്റത്തിന് തയ്യാറാകാതെ നിൽക്കുന്നത് ഇസ്ലാം മതം മാത്രമാണ്. ഇന്നത്തെ ഒരു ക്രിസ്ത്യാനി ക്രിസ്തുമാർഗം സ്ഥാപിതമായ AD 1-ാം നൂറ്റാണ്ടിലേതുപോലെ യേശു ക്രിസ്തുവിനെയോ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെയോ പൂർണ്ണമായും അനുകരിച്ചുകൊണ്ട് ഒരു ഉത്തമ ക്രിസ്ത്യാനിയായി ഈ 21-ാം നൂറ്റാണ്ടിലും ജീവിച്ചാൽ സമൂഹത്തിന് അവനെ കൊണ്ട് ഒരു ദോഷവും ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, ധാരാളം നന്മ ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ഇന്നത്തെ ഒരു മുസൽമാൻ ഇസ്ലാം മതം സ്ഥാപിതമായ AD 7-ാം നൂറ്റാണ്ടിലേതുപോലെ മുഹമ്മദിനെയോ അല്ലെങ്കിൽ സ്വഹാബിമാരെയോ പൂർണ്ണമായും അനുകരിച്ചുകൊണ്ട് ഒരു ഉത്തമ മുസൽമാനായി ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുകയാണെങ്കിൽ അവൻ്റെ ചുറ്റുപാടുമുള്ളവരുടെ ജീവിതം അവൻ നരകതുല്യമാക്കി തീർക്കും. ചുരുക്കി പറഞ്ഞാൽ, ക്രിസ്ത്യാനി അവൻ്റെ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അവൻ ലോകത്തിനൊരു അനുഗ്രഹമായിരിക്കും. ഒരു മുസ്ലിം അവൻ്റെ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അവൻ ലോകത്തിനൊരു ശാപമായിരിക്കും. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി വിഷയത്തിലേക്ക് വരാം. ഖുർആനിലും ഹദീസുകളിലും കൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ അനുസരിക്കാൻ മനസ്സ് വെച്ച് ഏതെങ്കിലും മുസ്ലിങ്ങൾ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് കാഫിറുകളെ കൊല്ലുകയോ അല്ലെങ്കിൽ കാഫിറുകളുടെ ആരാധനാലയങ്ങളിൽ ചെന്ന് ചാവേറുകളായി സ്വയം പൊട്ടിച്ചിതറുകയോ അതുമല്ലെങ്കിൽ കാഫിറുകളുടെ രാജ്യത്ത് കലാപം നടത്തി അങ്ങനെയുള്ള അവിടെയുള്ളവരുടെ ജീവനും സ്വത്തിനും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തതിൻ്റെയൊക്കെ ഫലമായി അത് ചെയ്തവരെയും അത് ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച ഇസ്ലാമിക പ്രമാണങ്ങളെയും കുറിച്ച് സോഷ്യൽ മീഡിയയിൽ തകൃതിയായി ചർച്ച നടത്തി ഇസ്ലാമിനെ എയറിൽ കയറ്റുമ്പോഴായിരിക്കും ഈ എക്സ് മുസ്ലിംസായ നിരീശ്വരവാദികൾ വരുന്നത്. എല്ലാവരും അല്ല കേട്ടോ, എല്ലാ എക്സ് മുസ്ലിംസും അല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. ചില എക്സ് മുസ്ലിംസ് വരുന്നത് മറ്റ് മതങ്ങളിലുള്ളവരുടെ പ്രമാണങ്ങളിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്നും പറഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കും ഇവർ വരിക. കൃത്യം ആ സമയത്ത് തന്നെ ആയിരിക്കും അവരുടെ വരവ്. അതിനു മുമ്പ് അവരതിനെക്കുറിച്ച് മിണ്ടുകയില്ല, അതിന് ശേഷവും അവരതിനെക്കുറിച്ച് മിണ്ടുകയില്ല. ഇസ്ലാം എയറിൽ കയറി ഇസ്ലാമിക പണ്ഡിതന്മാരെല്ലാം മാളത്തിൽ ഒളിച്ചു എന്ന് കണ്ടാൽ മാത്രമേ അവർ ഈ പരിപാടി എടുക്കുകയുള്ളൂ. ഇസ്ലാമിനെ വിമർശിക്കുന്ന മറ്റ് മതങ്ങളിൽപ്പെട്ടവരുടെ പ്രമാണങ്ങളും വിമർശന വിധേയമാക്കണം എന്ന ഉദ്ദേശമല്ല അവർക്കുള്ളത്. ആ ഉദ്ദേശമായിരുന്നെങ്കിൽ അവരിത് മുൻപേ ചർച്ചയ്ക്ക് എടുത്തിട്ടാണ്. പക്ഷെ അപ്പോഴൊന്നും അവർ ഈ കാര്യം പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇടുകയോ യൂട്യൂബിൽ വീഡിയോ ഇറക്കുകയോ ചെയ്യുകയില്ല. എന്നാൽ ഇസ്ലാമിക പണ്ഡിതന്മാരാരും പ്രതിരോധിക്കാൻ വരാത്ത വിധം മറ്റുള്ളവരുടെ ആക്രമണ ഫലമായി ഇസ്ലാം അങ്ങ് ശൂന്യാകാശത്തിലേക്ക് പോയി എന്ന് കണ്ടാൽ അപ്പോൾ ഈ കൂട്ടുകാർ രംഗത്തിറങ്ങും. ഇപ്പോൾ ഇസ്ലാമിനെ ആശയപരമായി ആക്രമിക്കുന്നവരുടെ മതക്കാർ പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ വരിക. അപ്പോൾ എന്താണ് സംഭവിക്കാമെന്നറിയാമോ? ഇസ്ലാമിനെ പ്രമാണബദ്ധമായി ആക്രമിച്ചു കൊണ്ടുനിന്ന ആളുകൾ, മുസ്ലിങ്ങളെയല്ല, ഇസ്ലാമിനെ ആശയതലത്തിൽ അതിൻ്റെ പ്രമാണങ്ങളെ ആക്രമിച്ചു കൊണ്ടുനിന്ന ആളുകൾ ഇസ്ലാമിനെതിരെയുള്ള ആക്രമണം നിർത്തിവെച്ചിട്ട് ഇവർക്ക് മറുപടി പറയാൻ പോകേണ്ടി വരും. അതിൻ്റെ ഫലം എന്തായിരിക്കും? അതുവരെ മാളത്തിൽ ഒളിച്ചിരുന്ന ഇസ്ലാമിക പണ്ഡിതന്മാർ പതുക്കെ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങും. എന്നിട്ട് ഈ എക്സ് മുസ്ലിംസിനൊപ്പം ചേർന്ന് മറ്റുള്ളവരെ ആക്രമിക്കും. ഫലത്തിൽ ഞങ്ങളെപ്പോലുള്ളവരുടെ ആശയപരമായ ആക്രമണങ്ങളിൽ നിന്ന് അതിസമർത്ഥമായി ഈ എക്സ് മുസ്ലിംസ് ഇസ്ലാമിനെ രക്ഷിച്ചെടുക്കും. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അത് കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോയുമായിട്ട് വന്നത്. ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ഉണ്ടാകുമ്പോഴെല്ലാം മലയാളി സോഷ്യൽ മീഡിയയിൽ സേവ് ഗാസ എന്നും പറഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ച് നടക്കാറുള്ള മുസ്ലിങ്ങളിൽ ഒറ്റ ഒരുത്തം പോലും ഇപ്രാവശ്യം സേവ് ഗാസ എന്നുള്ള വാക്കേ വേണ്ടിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റ് ഗ്രൂപ്പുകളിൽ കൊണ്ടുപോയി പോസ്റ്റർ ഒട്ടിച്ചില്ലെന്നത് പോട്ടെ, സ്വന്തം പ്രൊഫൈൽ പിക്ചറിൽ പോലും സേവ് ഗാസ എന്ന് വയ്ക്കാൻ അവർക്ക് ആർക്കും ധൈര്യം ഉണ്ടായില്ല. അതുകൊണ്ട് സജി മർക്കോസിനെയും PJ വിൻസെന്റിനെയും സുനിത ദേവദാസിനെയും സ്റ്റാൻലി ജോണിനെയും നീലകണ്ഠനെയും പോലുള്ള അമുസ്ലിങ്ങളെ ഉപയോഗിച്ച് അവർ പലസ്തീനികൾക്ക് വേണ്ടി കരയുകയായിരുന്നു. അങ്ങനെ അവരെ കൊണ്ട് കരയിപ്പിച്ചതല്ലാതെ സാധാരണഗതിയിൽ നാം കാണാറുണ്ടായിരുന്ന ഇസ്ലാമിക പണ്ഡിതന്മാരുടെ കരച്ചിൽ വളരെ കുറവായിരുന്നു. കാരണം ഇസ്രായേലിലും പലസ്തീനിലും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്നുള്ള കാര്യം നമ്മുടെ നാട്ടിലുള്ളവർക്കെല്ലാം ഇപ്പോൾ ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മുടെ ആളുകൾ, മലയാളികളായിരിക്കുന്ന ആളുകൾ അവിടെ നിന്ന് ലൈവായിട്ടാണ് വീഡിയോ എല്ലാം എടുത്ത് വിട്ടത്. അതുകൊണ്ട് ഇവിടെയുള്ള മലയാളിസിന് കാര്യം മനസ്സിലായി. മലയാളിസിന് ഇത് മനസ്സിലായി എന്നുള്ള കാര്യം ഇസ്ലാമിക പണ്ഡിതന്മാർക്കും മനസ്സിലായി. അതുകൊണ്ടാണ് അവർ വരാതെ, സാധാരണഗതിയിൽ വരുന്നത് പോലെ സേവ് ഗാസ എന്ന് പറഞ്ഞു വരാതെ ആകെ പ്രതിരോധത്തിലായി മാളത്തിനകത്തേക്ക് തല വലിച്ച് ഇരിക്കുന്നത്. അങ്ങനെ അവർ മാളത്തിനകത്തേക്ക് തല വലിച്ചിരിക്കുമ്പോഴാണ് ചില എക്സ് മുസ്ലിംസ്
ക്രിസ്ത്യാനികൾക്കെതിരെ വീഡിയോയുമായിട്ടും ഫേസ്ബുക്ക് പോസ്റ്റുകളുമൊക്കെ ആയിട്ട് വരുന്നത്. ഇസ്ലാമിനെ ഈ ക്രിസ്ത്യാനികളുടെ ആക്രമണങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്ന ഏക ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ എന്ന് വ്യക്തമാണ്. കാരണം ബൈബിൾ അവരൊന്നും വായിച്ചു നോക്കിയിട്ട് പോലുമില്ല. വായിച്ചു നോക്കിയിട്ട് അവരുടെ വിമർശനം കേൾക്കുമ്പോൾ അറിയാം അവർ ബൈബിൾ വായിച്ചു നോക്കിയിട്ടില്ല. ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങൾ അവർ ഇഷ്ടം പോലെ ആരോപിക്കുന്നുണ്ട്. ബൈബിളിന് അന്യമായിരിക്കുന്നത്, യഹൂദന് ഒരു പരിചയമില്ലാത്ത, ക്രിസ്ത്യാനിക്ക് ഒരു പരിചയമില്ലാത്ത, ഇന്ന് വരെ ക്രിസ്ത്യാനിയോ യഹൂദനോ കേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങൾ അതിൻ്റെ മേൽ ആരോപിക്കുകയാണ്. ബൈബിളിൻ്റെ മേൽ ആരോപിച്ചുകൊണ്ടാണ് ഇവർ വിമർശനമൊക്കെ ഉന്നയിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് ഇവരിത് ബൈബിൾ വായിച്ചു നോക്കിയിട്ടോ പഠിച്ചിട്ടോ വിമർശനത്തിന് വയ്ക്കുന്നതല്ല. എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ ഈ ക്രിസ്ത്യാനികളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചെടുക്കണം, ആ ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ് അവർ ഇപ്പോൾ ഇങ്ങനെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും വീഡിയോസുമൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ് മുസ്ലിംസ് കേരള സമൂഹത്തോട് ചെയ്യുന്ന ചതി എപ്രകാരമുള്ളതാണ് എന്ന് നിങ്ങൾക്ക് ലളിതമായി മനസ്സിലാക്കാൻ ഞാനൊരു കഥ പറയാം. ഒരു ഗ്രാമത്തിൽ 5 ഗുണ്ടകളുണ്ടായിരുന്നു. ഈ 5 പേരെ കൊണ്ട് നാട്ടുകാർക്ക് മുഴുവൻ ശല്യമാണ്. നാട്ടുകാരാകെ പൊറുതിമുട്ടി. ഈ 5 ഗുണ്ടകളുടെ ബന്ധുക്കാരും കുടുംബക്കാരും ഒക്കെ ആ നാട്ടിലുണ്ട്. അവരിൽ പലരും തങ്ങളുടെ ബന്ധത്തിലുള്ള ഗുണ്ടകളോട് ഇതൊക്കെ ഒന്ന് നിർത്തി നേരെയാകാൻ ഉപദേശിക്കുന്നുണ്ട്, മാന്യമായി ജീവിക്കാൻ ഉപദേശിക്കുന്നുണ്ട്. അവരുടെ ഉപദേശം കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, കാലം കുറേ കഴിഞ്ഞപ്പോൾ ഇതിലെ 4 ഗുണ്ടകളും ഡീസൻ്റായി മാറി. അവർ ഗുണ്ടാപ്പണിയൊക്കെ നിർത്തി മാനം മര്യാദയ്ക്ക് ഡീസൻ്റായി ജീവിക്കാൻ തുടങ്ങി. അവരെ കൊണ്ട് ഇപ്പോൾ നാട്ടുകാർക്ക് ഒരു ശല്യവും ഉപദ്രവവും ഒന്നും ഇല്ലയെന്ന് മാത്രമല്ല, പലപ്പോഴും ഉപകാരങ്ങൾ ഉണ്ടാകുന്നുമുണ്ട്. എന്തെങ്കിലും ആവശ്യത്തിന് ഒരു ബുദ്ധിമുട്ടോ പ്രയാസമൊക്കെ വരുന്ന സമയത്ത് ഓടി വന്ന് അവർ സഹായിക്കുന്നു, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ മറ്റേ ഏവരെയും പോലെ മുഖ്യധാരയിലേക്ക് വന്ന് ജീവിക്കുകയാണ് അവർ. ആ വിധത്തിൽ അവർ മാറി. പക്ഷേ ഒരുത്തൻ മാത്രം ഇപ്പോഴും ആ ഗ്രാമത്തിലെ ഏക ഗുണ്ടയായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഈ ഏക ഗുണ്ടയെ കൊണ്ടുള്ള ശല്യം നാട്ടുകാർക്ക് ഇപ്പോഴും ഉണ്ട്. ഇവൻ്റെ കുടുംബക്കാരായ പല ആളുകളും ഇവനെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിലും അതിൽ ചിലർക്ക് ഇവൻ്റെ ഈ തെമ്മാടിത്തരം നാണക്കേടായി തോന്നാൻ തുടങ്ങി. കാരണം ഓരോ ദിവസവും ഇവൻ്റെ കൊള്ളരുതായ്മകളെക്കുറിച്ച് ആളുകൾ കവലയിലിരുന്നും ചായക്കടയിലിരുന്നും ഇവരുടെ മുമ്പിൽ വെച്ച് തന്നെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര നാണക്കേടാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നറിയാമോ? അവർ ഈ ഏക ഗുണ്ടയുമായുള്ള ബന്ധമൊക്കെ ഉപേക്ഷിക്കുന്നതായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. ഇനി മുതൽ അവനുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, അവനുമായുള്ള എല്ലാ കുടുംബ ബന്ധങ്ങളും ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്, അവനുമായി മാത്രമല്ല അവനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കുടുംബക്കാരായുള്ള ബന്ധങ്ങളും ഞങ്ങൾ ഉപേക്ഷിക്കുകയാണെന്ന് അവർ ഗ്രാമവാസികളുടെ മുമ്പാകെ പരസ്യമായി അനൗൺസ് ചെയ്തു. അത്രയും കൊണ്ട് അവർ നിർത്തിയില്ല. അവൻ നാട്ടുകാരോട് കാണിക്കുന്ന അല്ലറ ചില്ലറ ഉപദ്രവങ്ങളെയൊക്കെ, ആ ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്ന ഹതഭാഗ്യരായ നാട്ടുകാരേക്കാൾ വീറോടെ അവർ വിമർശിക്കും. അവനെ സപ്പോർട്ട് ചെയ്ത് അവൻ്റെ ഏതെങ്കിലും കുടുംബക്കാർ വരികയാണെങ്കിൽ അവരെ ഇവന്മാർ കണ്ടം വഴി ഓടിപ്പിക്കും. ഇവരുടെ ബന്ധുക്കളൊക്കെ തന്നെയാണ്, പക്ഷെ കണ്ടം വഴി ഓടിപ്പിക്കും. എന്നാൽ ഈ അല്ലറ ചില്ലറ ഉപദ്രവങ്ങളല്ലാതെ വളരെ വലിയ തോതിലുള്ള എന്തെങ്കിലും അക്രമം ഈ ഏക ഗുണ്ട അവിടെ നടത്തിയെന്ന് വെച്ചോ, ആ ഗ്രാമത്തിൽ നടത്തിയെന്ന് വെച്ചോ, അന്നേരം ഇവന്മാർ അതിനെക്കുറിച്ചൊരക്ഷരം മിണ്ടുകയില്ല, ഒന്നും മിണ്ടുകയില്ല. മിണ്ടാതിരിക്കുന്നതിന് ഇവർക്ക് ന്യായീകരണമുണ്ട്. അവർ പറയുന്ന ന്യായീകരണ ഈ വിധത്തിലായിരിക്കും: ഞങ്ങൾ ആക്രമിച്ചവൻ്റെ പക്ഷത്തുമല്ല, ആക്രമണം ഏൽക്കേണ്ടി വന്നവരുടെ പക്ഷത്തുമല്ല, ഞങ്ങൾ മനുഷ്യപക്ഷത്താണ് എന്നൊക്കെയുള്ള ജുഗുപ്സാവഹമായ ന്യായീകരണം പറഞ്ഞ് നിഷ്പക്ഷതയുടെ മുഖം മൂടി അണിഞ്ഞ് ഇവർ നിൽക്കും. ഈ ഏകനെ സാധാരണഗതിയിൽ സപ്പോർട്ട് ചെയ്യുന്നവൻ്റെ ബന്ധുക്കൾ പോലും ഇപ്രാവശ്യത്തെ ഇവൻ്റെ ക്രൂരകൃത്യത്തിൻ്റെ കാഠിന്യം കാരണം ഇവൻ ന്യായീകരിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നാട്ടുകാരെടുത്ത് പഞ്ഞിക്കിടുമോ എന്ന് പേടിച്ച് ഒരക്ഷരം പറയാൻ ധൈര്യപ്പെടാതെ വായടച്ച് നിശബ്ദരായി ഇരിക്കുമ്പോഴാണ് ഈ ഏകൻ്റെ ആസ്ഥാന വിമർശകന്മാരായ ഇക്കൂട്ടരും നിഷ്പക്ഷതയുടെ മുഖം മൂടി അണിഞ്ഞ് മിണ്ടാതിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അങ്ങനത്തെ ഒരു പരിസ്ഥിതിയിൽ ഇവൻ്റെ ഈ ഏറ്റവും പുതിയ ക്രൂരകൃത്യത്തിനെതിരെ വേറെ ചില ആളുകൾ അതിശക്തമായി സംസാരിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. അങ്ങനെ രംഗത്ത് വന്നിരിക്കുന്ന ആളുകളിൽ ആരെങ്കിലും ഈ മുമ്പത്തെ 4 ഗുണ്ടകളിൽ ഏതെങ്കിലും ഒരുത്തൻ്റെ അകന്ന വല്ല ബന്ധുവുമായിരിക്കും. അപ്പോൾ അതുവരേക്കും ഞങ്ങൾ അവൻ്റെ പക്ഷവുമല്ല ഇവരുടെ പക്ഷവുമല്ല, ഞങ്ങൾ മനുഷ്യപക്ഷത്താണെന്നും പറഞ്ഞുകൊണ്ട് നിന്ന ടീംസ് അതോടെ പെട്ടെന്ന് അങ്ങ് ഉഷാറാകും. എന്നിട്ട് ഇവനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരോട് ചോദിക്കും: ഇവനെ വിമർശിക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ടവനും പണ്ട് ഗുണ്ടയായിരുന്നില്ലേ? അന്ന് അവൻ്റെ ഗുണ്ടായുസം കാരണം നാട്ടുകാരൊക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ടുള്ളതല്ലേ? ഇപ്പം അതൊക്കെ മറന്നുകൊണ്ട് ഇവനെതിരെ വിരൽ ചൂണ്ടാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് എന്നും ചോദിച്ചുകൊണ്ട് ഇക്കൂട്ടർ രംഗത്ത് വരുമ്പോൾ അതുവരേക്കും ഇവനെ ന്യായീകരിക്കാൻ നിന്നാൽ നാട്ടുകാരിൽ നിന്നും ഇടികിട്ടുമെന്ന് പേടിച്ച് മാളത്തിലേക്ക് തലവലിച്ച് മിണ്ടാതിരുന്ന ഇവൻ്റെ ബന്ധുക്കാരെല്ലാം പിന്നെ ധൈര്യം പൂണ്ട് രംഗത്ത് വരും. അവരും ഇവരോടൊപ്പം കൂടും. അതുവരേക്കും ഇവന്മാർ തമ്മിലാണ് അവൻ്റെ കാര്യം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അവനാകെ പ്രശ്നത്തിലായി എന്ന് കാണുമ്പോൾ ഇവർ രണ്ടുപേരും ഒറ്റക്കെട്ടാകും. എന്നിട്ട് അവനെതിരെ സംസാരിക്കാൻ നിൽക്കുന്ന ആൾക്കാരെ അവരുടെ പഴയ ഗുണ്ടയായ ബന്ധുവിൻ്റെ പേരും പറഞ്ഞ് കുറ്റപ്പെടുത്തും. പ്രത്യേകം ഓർക്കണം,
അവരുടെ ബന്ധു ഗുണ്ടയായിരുന്നത് ഇപ്പോഴൊന്നുമല്ല, പണ്ടാണ്. ഇപ്പം അവനെ കൊണ്ട് ആ നാട്ടുകാർക്ക് ഒരു പ്രശ്നവും ഇല്ലയെന്ന് മാത്രമല്ല, പല സഹായങ്ങളും ഉണ്ട് താനും. അപ്പോൾ അതൊന്നും കണക്കിലെടുക്കാതെയാണ് ആ പഴയ ഗുണ്ടയ്ക്കെതിരെ ഇവന്മാർ കുറ്റാരോപണവുമായിട്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെന്ത് ചെയ്യും? തങ്ങൾക്ക് നേരെ വരുന്ന കുറ്റാരോപണത്തിന് മറുപടി പറയും. അപ്പോൾ ആ മറുപടിയിൽ പിടിച്ചുകൊണ്ട് അവന്മാർ എന്ത് ചെയ്യും? പിന്നെ ഇവർക്കെതിരെ സംസാരിക്കും. സ്വാഭാവികമായിട്ട് ഇവരവിടെ നിന്ന് മറുപടി പറയും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ അനന്തരഫലം എന്താണെന്ന് അറിയാമോ? ഇപ്പോഴും ഗുണ്ടയായി തുടരുന്ന ആ ഒരുത്തൻ അവൻ ചെയ്ത ഏറ്റവും പുതിയ ക്രൂരകൃത്യത്തെക്കുറിച്ചുള്ള ചർച്ച അവിടെ ഉണ്ടാകില്ല. അവൻ ചെയ്ത ഈ ദുഷ്കൃത്യം, അതിനെതിരെയുള്ള ഒരു വികാരം ജനങ്ങളിൽ നിന്ന് ഉണർന്നു വരികയില്ല. പകരം പണ്ടെന്നോ ഗുണ്ടയായി നടക്കുന്ന സമയത്ത് ഇവരിലെ ഏതെങ്കിലും ഒരുത്തൻ്റെ ബന്ധു ചെയ്ത എന്തെങ്കിലും ഒരു കുറ്റം അവിടെ ചർച്ചയ്ക്ക് വരും. അവനിങ്ങനെ ഒരു കുറ്റം ചെയ്തത് ശരിയാണോ, നിങ്ങൾ അതിനെ ന്യായീകരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ചാണ്. വർഷങ്ങൾക്ക് മുമ്പ് എന്നോ നടന്ന ആ ഒരു കാര്യമാണ് പിന്നെ അവിടെ ചർച്ചയ്ക്ക് വയ്ക്കുക. ഇപ്പോഴും നാട്ടുകാർക്ക് ശല്യക്കാരനായിരിക്കുന്ന ആ ഏക ഗുണ്ടയുടെ ക്രൂരകൃത്യം അത് ചിത്രത്തിൽ നിന്ന് മാഞ്ഞു പോകും. അല്ലെങ്കിൽ ഈ രണ്ട് ടീംസും കൂടി അത് മായ്ച്ചു കളയും. പിന്നെ ആ വിഷയം ജനങ്ങളുടെ മനസ്സിലേക്ക് വരാത്ത വിധത്തിൽ. കാരണം മനുഷ്യർക്ക് 100 കൂട്ടം കാര്യങ്ങളുണ്ട്, അവരുടെ സ്വന്തം കാര്യങ്ങളും മറ്റു പലതൊക്കെ ആയിട്ട്. അപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ വേറെ വല്ല വിഷയം വരും. അപ്പോൾ ഇതോടുകൂടി ഇത് മറക്കും. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഗ്രാമത്തിലെ ഏക ഗുണ്ട വീണ്ടും അല്ലറ ചില്ലറ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ അവൻ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ തങ്ങളുടെ ബന്ധുവായ ഈ ഏക ഗുണ്ടയുമായോ അവനെ സപ്പോർട്ട് ചെയ്യുന്ന കുടുംബക്കാരുമായോ ഒരു ബന്ധവുമില്ല എന്ന പ്രഖ്യാപനമൊക്കെ നടത്തി ഇവരിൽ നിന്ന് വിട്ടുപോയ ഈ ഏകൻ്റെ ആസ്ഥാന വിമർശകന്മാരുണ്ടല്ലോ, പഴയ ബന്ധുക്കൾ, അവർ ഏകനെതിരെ രംഗത്ത് വരും. ഇവൻ ഈ ചെയ്തത് ശരിയായില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് ഏകനെ സപ്പോർട്ട് ചെയ്യുന്ന അവൻ്റെ ബന്ധുക്കാർ ഏകന് വേണ്ടിയും രംഗത്ത് വരും. പിന്നെ ഇവർ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗീരിയും പാമ്പും കളിക്കുകയാണ്. അവിടെ ഭയങ്കര ഫൈറ്റായിരിക്കും. അങ്ങനെ ആ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലായിരിക്കും ഗ്രാമത്തിലെ ഈ ഏക ഗുണ്ട ഒരു കൊടും ക്രൂരകൃത്യം നടത്തുന്നത്. ആ ക്രൂരകൃത്യത്തിൻ്റെ ഞെട്ടലിൽ ഗ്രാമം മുഴുവൻ തരിച്ചിരിക്കുമ്പോൾ അവനെ ന്യായീകരിച്ചുകൊണ്ട് നടന്നിരുന്ന ബന്ധുക്കളെല്ലാം നാട്ടുകാരെ പേടിച്ച് മാളത്തിലേക്ക് തലവലിച്ച് മിണ്ടാതിരിക്കുമ്പോൾ അവൻ്റെ ആസ്ഥാന വിമർശകന്മാരായ അവൻ്റെ പഴയ ബന്ധുക്കൾ നിഷ്പക്ഷതയുടെ മുഖം മൂടി അണിഞ്ഞ് നിശബ്ദത അലങ്കാരമാക്കി കൊണ്ട് നടക്കുമ്പോൾ അവൻ്റെ ഈ ഏറ്റവും പുതിയ ക്രൂരകൃത്യത്തിനെതിരെ സംസാരിച്ചുകൊണ്ട് ഗ്രാമത്തിലെ ആരെങ്കിലും രംഗത്ത് വരും. നിർഭാഗ്യവശാൽ ഈ വരുന്നവരിൽ ചിലർ ആ ഗ്രാമത്തിലെ മുൻ ഗുണ്ടകളായ 4 പേരിൽ ഏതെങ്കിലും ഒരുത്തനുമായി എന്തെങ്കിലും ബന്ധമുള്ളവരായിരിക്കും. ഉടനെ അത്രയും നേരം നിഷ്പക്ഷതയുടെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് നിശബ്ദത മുറുകെ പിടിച്ചുകൊണ്ട് നിന്നിരുന്ന അവൻ്റെ ആസ്ഥാന വിമർശകന്മാരായ ആ പഴയ ബന്ധുക്കളുണ്ടല്ലോ, അവർ ചാടി വീഴും. എന്നിട്ട് ആ പഴയ ചോദ്യം ആവർത്തിക്കും: അവനെ വിമർശിക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ടവനും പണ്ട് ഗുണ്ടയായിരുന്നില്ലേ? അന്ന് അവൻ്റെ ഗുണ്ടായുസം കാരണം നാട്ടുകാരൊക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ടുള്ളതല്ലേ? ഇപ്പോൾ അതൊക്കെ മറന്നുകൊണ്ട് അവനെതിരെ വിരൽ ചൂണ്ടാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളതെന്ന് ആ പഴയ അതേ ചോദ്യമായിട്ട് വരും. അതോടെ അവനെ ന്യായീകരിക്കാൻ നിന്നാൽ നാട്ടുകാരിൽ നിന്ന് ഇടികിട്ടുമെന്ന് പേടിച്ച് മാളത്തിലേക്ക് തലവലിച്ച് മിണ്ടാതിരുന്ന അവരുടെ ബന്ധുക്കാരെല്ലാം പിന്നെ ധൈര്യത്തോടുകൂടി രംഗത്ത് വരും. അവരും ഇവരോടൊപ്പം കൂടും. പിന്നെ 2 കൂട്ടരും ചേർന്ന് അവനെതിരെ സംസാരിക്കാൻ വന്നവരുടെ ബന്ധുവിൻ്റെ പഴയ ഗുണ്ടാക്രമണങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവരെ നേരിടും. പിന്നെ എല്ലാം തനി ആവർത്തനം തന്നെയാണ്, മുമ്പുണ്ടായതുപോലെ തന്നെ. ഗ്രാമത്തിലെ ആ ഏക ഗുണ്ട ഇപ്പോഴും ഒരു കുഴപ്പവുമില്ലാതെ രക്ഷപ്പെട്ടു പോകും. ഇതിങ്ങനെ വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ആ ഗ്രാമവാസികളെ യഥാർത്ഥത്തിൽ വഞ്ചിക്കുന്നത് ആരാണ്? ആ ഗ്രാമവാസികളുടെ യഥാർത്ഥ ശത്രു എന്ന് പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? നിങ്ങളുടെ കണ്ണിൽ ആരാണ്? എൻ്റെ കാഴ്ചപ്പാടിൽ ആ ഗ്രാമത്തിലെ ഏക ഗുണ്ട ഗ്രാമവാസികളുടെ ഒരു ശത്രുവാണ്, ശരിയാണ്. എന്നാൽ അവനേക്കാൾ അപകടകാരികളെന്ന് പറയുന്നത്, അവരെ യഥാർത്ഥത്തിൽ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ്റെ വിമർശകന്മാരെന്നും പറഞ്ഞ് നടക്കുന്ന അവൻ്റെ മുൻ ബന്ധുക്കളാണ്. അവരുടെ ഇടപെടലില്ലായിരുന്നെങ്കിൽ നാട്ടുകാർ പണ്ടേ ഗ്രാമത്തിലെ ഈ ഏക ഗുണ്ടയുടെ കാര്യം തീർപ്പാക്കുമായിരുന്നു. അവരുടെ ഇടയിൽ ഈ ഓരോരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇവനെതിരെയുള്ളൊരു വികാരം ഉണ്ടാകുകയും അവർ തന്നെ ഇവനെ കൈകാര്യം ചെയ്ത് അതില്ലാതാക്കി കളയുമായിരുന്നു. പക്ഷെ നിർണായകമായ അങ്ങനെയുള്ള സമയത്ത് ഈ ഏക ഗുണ്ടയ്ക്ക് വേണ്ടി പ്രതിരോധം തീർക്കുന്നത് അവനുമായി ഞങ്ങൾക്കിനി ഒരു ബന്ധവുമില്ല എന്നും പറഞ്ഞ് അവൻ്റെ അല്ലറ ചില്ലറ ഉപദ്രവങ്ങളെ വിമർശിച്ച് നടക്കുന്ന അവൻ്റെ ഈ മുൻ ബന്ധുക്കളാണ്. ഇവരുടെ ഈ തന്ത്രം സാധാരണക്കാരായ നാട്ടുകാർക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ഈ ഏക ഗുണ്ട ഇന്നും ഗുണ്ടായുസം കളിച്ച് നാട്ടുകാരുടെ സ്വൈര്യ ജീവിതം നശിപ്പിച്ച് നടക്കുകയാണ് ആ ഗ്രാമത്തിൽ. ഇതാണ് കഥ. ഞാൻ ഈ പറഞ്ഞ കഥയിൽ നിന്നും കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മതങ്ങൾ പല ദ്രോഹങ്ങളും മനുഷ്യർക്ക് ചെയ്തിട്ടുണ്ട്. മതങ്ങളിലുള്ളവർ മാത്രമല്ല, മതനിരാസനം നടത്തിയവർ അഥവാ നിരീശ്വരവാദികളും ഒട്ടും കുറയാതെ അതുപോലെ തന്നെ മനുഷ്യർക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ട്. ചരിത്രം നാം പരിശോധിച്ച് നോക്കിയാൽ
ഇസ്ലാം മതം കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നിട്ടുള്ളത് നിരീശ്വരവാദികളാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങളിൽ പലർക്കും ഒരു അത്ഭുതം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. നിരീശ്വരവാദികൾ ഇങ്ങനെ കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടോ? അതുകൊണ്ട് ഞാൻ ചരിത്രം കുറച്ച് പറഞ്ഞു തരാം. നിരീശ്വരവാദം എന്ന ചിന്താഗതി ലോകത്ത് പടർന്നു പിടിക്കാനിടയായത് അതിൻ്റെ അനന്തരഫലം എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതുപോലെ യൂറോപ്പിൽ നിന്നാണ് ഈ